പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിൻപ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രി ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ എങ്ങനെയാണ് പീരിയഡ് ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ എങ്ങനെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, നമുക്ക് ഇന്ന് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നീ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറും അതുപോലെ ആ ബ്ലോക്ക് ഉൾപ്പെടുന്ന ആൾക്കാരുടെ കുറച്ച് പ്രോപ്പർട്ടീസ്, പ്രത്യേകതകളും നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിൽപ്പെട്ട ഞാൻ കുറച്ച് ആൾക്കാരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, സോഡിയം അറ്റോമിക് നമ്പർ 11, മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, കാൽഷ്യം അറ്റോമിക് നമ്പർ 20. ഇത്രയും ആൾക്കാരുടെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ എഴുതാൻ പോവുകയാണ്. 1s2, 2s2, 2p6. 11 ഇലക്ട്രോൺ ആണുള്ളത്. ഇവിടെ എത്രയായി? 10 ഇലക്ട്രോൺ ആയി. 2p6 കഴിഞ്ഞാൽ 3s1. ഇയാളത് എങ്ങനെ എഴുതാൻ പറ്റും? മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, 1s2, 2s2, 2p6, 3s2. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6, 4s1. എണ്ണി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 19 ഇലക്ട്രോൺ കിട്ടും. അടുത്തത് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് കണ്ടുപിടിക്കുക, പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാൾ ഏത് ബ്ലോക്ക് എലമെൻ്റ് ആണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ലിനെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ല് ഏതാണ്? യെസ്. അതുകൊണ്ട് ഇയാൾ എന്തായിരിക്കും? എസ് ബ്ലോക്ക് ആണ്. ഇനി എങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കുക? പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഷെൽ നമ്പറാണ്. ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്രയാണ്? 3. അപ്പോൾ ഇയാളാണ് എന്ത്? ഇയാളുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് നമ്പർ. അതായത് എസ് ബ്ലോക്ക് ആണ് എലമെന്റ് എന്നുണ്ടെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. അതായത് ബാഹ്യതമ അവസാന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് എന്ത്? എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ അവസാന എസ്, ബാഹ്യതമായ എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1. അപ്പോൾ ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഇയാളെന്താണ്? പീരീഡ്. ഇത് ബ്ലോക്ക്. അടുത്ത ആളത് എങ്ങനെ വരും? ഏത് ബ്ലോക്കാ? എസ് ബ്ലോക്കാണ്. അവസാന ഇലക്ട്രോൺ വന്നു ചേർന്നുള്ളത് എസ് ബ്ലോക്കാണ്. പീരീഡ് എന്ത് വരും? ഏറ്റവും വലിയ ഷെൽ നമ്പർ 3. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ എത്രയാണ്? 2. അപ്പോൾ ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ 2. അടുത്ത എന്ത് വരും? ഏതാ ബ്ലോക്ക്? യെസ്. പീരീഡ് എന്ന് വരും ഹയസ്റ്റ് ഷെൽ നമ്പർ 4. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 1. അപ്പോൾ ഇയാൾ എന്താണ്? 1ാം ഗ്രൂപ്പ് മൂലകമാണ്. നെക്സ്റ്റ് വൺ, കാൽഷ്യം അറ്റോമിക് നമ്പർ 20. ഏതാണ് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. പീരീഡ് 4. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ 2. അപ്പോൾ ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ
2 ആണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവസാന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ കുറച്ച് പ്രത്യേകതകൾ പറയാം. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 2 ഗ്രൂപ്പ് എലമെന്റ്സ് ആണിത്. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒന്നാം ഗ്രൂപ്പ് മൂലകത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിനെ നമ്മൾ പറയുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് പറഞ്ഞുള്ളത്. സെക്കൻഡ് ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ പറയുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ 1, 2 ഗ്രൂപ്പ് മൂലകങ്ങളാണ് എസ് ബ്ലോക്ക്. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി ലോഹങ്ങളിൽ നിന്നും രണ്ടാമത്തേനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറഞ്ഞുള്ളത്. ഇവർക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സിന് രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് ഡൊണേറ്റിംഗ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഇവർ രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ചാർജാണ് എന്ത്, പോസിറ്റീവ് ചാർജ്. ഇവരെന്ത് ചെയ്യും, ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. എപ്പോ, രാസപ്രവർത്തന വേളയിൽ ഇവരെന്ത് ചെയ്യും, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ ഈ എലമെന്റ്സിന് കിട്ടുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവാണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ഇയാൾക്ക് ഒരു 100 രൂപ ആവശ്യമുണ്ട്. 100 രൂപ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ഞാൻ ഓൾറെഡി സ്റ്റേബിളാണ്. അപ്പോൾ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്താവും, സ്ഥിരത കൈവരിക്കുകയും ചെയ്യും. അയാൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള ഒരു 100 രൂപ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ചാർജ് എന്താണ്, ഞാൻ അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു ആറ്റത്തിൻ്റെ കേസ് ആകുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ചാർജ് എന്താണ്, അയാൾക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തല്ലോ, അയാൾ സ്റ്റേബിൾ ആയല്ലോ എന്നുള്ളത്. നേരെ മറിച്ച് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങുകയാണ്, അതായത് വേറൊരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, അവൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, 4 ആൾക്കാരോട് പറഞ്ഞു നടക്കുന്ന ഒരു തോന്നൽ വരുമ്പോൾ അയാൾക്ക് എന്താണ്, ഒരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും സ്വീകരിക്കുമ്പോൾ എന്ത് ചാർജും കിട്ടും, നെഗറ്റീവ് ചാർജും കിട്ടും. നോക്ക്, ഒന്നാം ഗ്രൂപ്പ് എലമെന്റ് എത്ര ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക നമുക്കറിയാം. എക്സാമ്പിൾ ആയിട്ട് സോഡിയം അറ്റോമിക് നമ്പർ 11 1s2 ഇങ്ങനെ എഴുതാം, 2, 8, 1. ഇയാളുടെ അവസാന ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. ഇയാൾ അഷ്ടകം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ 8 ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പം എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഈ Na എന്താകും, Na+1. ഇയാൾ എന്തായി, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആയിട്ട് മാറി. ഇനി രണ്ടാം ഗ്രൂപ്പ് മൂലകത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എങ്ങനെ വരും, മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 എങ്ങനെ വരും, 2, 8, 2. ഇയാൾ എന്ത് ചെയ്യും, 8 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം. 6 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണ് നല്ലത്. അല്ല, ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ചാർജ് എന്ത് വരും, മെഗ്നീഷ്യം +2 ചാർജ് വരും. ഓക്കെ, ഇവരെന്താണ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ എന്താവും, ചാർജുള്ള അയോൺസ് ആവും, ലോഹ അയോണുകളായിട്ട് മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന സംയുക്തങ്ങളെ നമ്മൾ എന്ത് പറയും, അയോണിക സംയുക്തങ്ങൾ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ബന്ധനത്തെ നമ്മൾ പറയുന്നത് എന്താണ്, അയോണിക് ബോണ്ടിങ്. ഇങ്ങനെ ഉണ്ടാകുന്ന ബന്ധനത്തെയാണ് നമ്മൾ പറയുന്നത് അയോണിക ബന്ധനം മൂലമാണ് എന്തുണ്ടാകുന്നത്, ഈ ഓരോ സംയുക്തങ്ങളും അയോണിക ബന്ധനം വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംയുക്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെന്താ പറയാൻ പറ്റുന്നത്, അതായത് ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും അതുപോലെ ഹൈഡ്രോക്സൈഡുകളും എന്താണ്,
ബേസിക് ഇൻ നേച്ചർ, അതായത് ബേസിക സ്വഭാവം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഒരു ഓക്സൈഡിന് എക്സാമ്പിൾ Na2O. അതുപോലെ ഇയാളുടെ ഹൈഡ്രോക്സൈഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, NaOH. OH ആണ് എന്ത്, ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ. ഇവരെന്താണ്, എസ് ബ്ലോക്ക് എലമെന്റിന്റെ ലോഹ ഓക്സൈഡുകളും ലോഹ ഹൈഡ്രോക്സൈഡുകളും എന്താണ്, ബേസിക് ഇൻ നേച്ചർ, അതായത് ബേസിക സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവരൊക്കെ എന്താണ്, മെറ്റാലിക് ഇൻ നേച്ചർ, അതായത് ഇവരൊക്കെ എന്താണ്, ലോഹ സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സ് ആണ് ആര്, എസ് ബ്ലോക്ക് എലമെന്റ്സ്. അടുത്ത പ്രോപ്പർട്ടി നമുക്ക് ക്യാരക്ടേഴ്സ് പറയാനുള്ളത് എന്താണ്, ഇവരെന്താണ്, അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം ഇയാൾക്ക് എന്താണ്, അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്താണ്, കുറവാണ്. അതുപോലെ എന്താണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇയാൾക്ക് എന്താണ്, വളരെ കുറവാണ്. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന്റെ മേൽ ആകർഷിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം എന്തായിരിക്കും, കുറവായിരിക്കും. അയോൺ ആവുന്നത് എപ്പോഴാണ്, ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോഴാണ് എന്താവുന്നത്, അയോൺ ആവുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൽ നിന്ന് എന്താണ്, ഒരു ഇലക്ട്രോണിനെ ചാടിക്കാൻ വേണ്ട എനർജിയാണ് എന്ത്, അയണൈസേഷൻ എനർജി. അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് ചാടിക്കാം. അപ്പോൾ ഇയാൾക്ക് എന്തായിരിക്കും, അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ ഇയാളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പി ബ്ലോക്ക് എലമെൻസിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ബോറോൺ അറ്റോമിക് നമ്പർ 5. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1s2 2s2 2p1. ഓക്കെ, പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പി ബ്ലോക്ക് എലമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 മുതൽ 18 വരെയാണ്. അപ്പോൾ ആഡിങ് 12 വിത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർമോസ്റ്റ് പി സബ്ഷെൽ, അതായത് അവസാന പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോട് കൂടെ 12 കൂട്ടുന്നതിന് തുല്യമായിരിക്കും പി ബ്ലോക്ക് മൂലകങ്ങളുടെ എന്ത്, ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താണ്, ഇതേതാണ് ബ്ലോക്ക്, എത്രയാണ് ഇയാളുടെ പീരീഡ്, ഏതാണ് ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്നിങ്ങനെ നമുക്ക് നോക്കാം. എക്സാമ്പിളിലൂടെ കടന്നു പോവാം. അടുത്തതായിട്ട് അലൂമിനിയം അറ്റോമിക് നമ്പർ 13, ആർഗൺ അറ്റോമിക് നമ്പർ 18. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും, 1s2 2s2 2p6 3s2 3p1. ഇയാളത് 1s2 2s2 2p6 3s2 3p6. അപ്പോൾ 18 ഇലക്ട്രോൺ ആയി. ഇനി ഫസ്റ്റ് വൺ, ഇയാൾ ഏത് ബ്ലോക്കാണ്, അവസാനം ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്ഷെൽ ഏതാണ്, പി സബ്ഷെല്ലാണല്ലോ. ഇവിടെ ഏതാണ്, പി സബ്ഷെല്ലാണല്ലോ. ഇവിടെയോ പി ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ്. ഇതിലെല്ലാം ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് നോക്ക്, ഇവിടെ ഹയസ്റ്റ് ഷെൽ നമ്പർ 2 അല്ലേ. അപ്പോൾ ബോറോൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പീരീഡ് എലമെന്റ് ആണ്. നെക്സ്റ്റ് വൺ, അലൂമിനിയം അറ്റോമിക് നമ്പർ 13. ഇയാളുടെ ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ എന്ത് വരും, ഇയാളുടെ പീരീഡ് 3 ആണ്. നെക്സ്റ്റ് വൺ, ആർഗൺ 18. ഇയാളുടെ പീരീഡ് എന്ത് വരും, 3. ഇനി ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവസാന പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോട് കൂടെ എത്ര കൂട്ടുക, 12 കൂട്ടുക. അപ്പോൾ അവസാന പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 1. എത്രയാണ് കൂട്ടേണ്ടത്, 12. 1 + 12 എത്ര വരും, 13. അപ്പോൾ ബോറോൺ എന്ന് പറഞ്ഞാൽ 13 ഗ്രൂപ്പ് എലമെന്റ് ആണ്. 13th ഗ്രൂപ്പ്
എലമെന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഈ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1. ഇയാളുടെ കൂടെ 12 കൂട്ടണം, 13. അപ്പോൾ അലൂമിനിയം എന്ന് പറഞ്ഞാൽ 13ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണ്, മൂലകമാണ്. ഇനി ആർഗണിന്റെ അവസാന പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണല്ലോ ഉള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ, അവസാനത്തെ പി സബ്ഷെല്ലിലാണ് നോക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പി ഉണ്ട്. അപ്പോൾ അവസാന പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 6. 6+ എന്ത് വരും? 12, 18. അപ്പോൾ ആർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 18th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ പ്ലസ് 12, അതായത് അയാളുടെ കൂടെ എന്ത് കൂട്ടുക? 12 കൂട്ടുന്നതിന് തുല്യമായത്. പി ബ്ലോക്ക് മൂലകങ്ങളുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പ്രത്യേകതകൾ പറയണം. ഓക്കെ, നമുക്കറിയാം. ഫസ്റ്റ് വൺ, പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അതായത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? പി ബ്ലോക്കിൽ. ഇതിൽ ഏതൊക്കെ ഫാമിലി ഉള്ളത്? ബോറോൺ ഫാമിലി ഉണ്ട്, കാർബൺ ഫാമിലി ഉണ്ട്, നൈട്രജൻ ഫാമിലി ഉണ്ട്, ഓക്സിജൻ ഫാമിലി ഉണ്ട്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ ഒരു ഫാമിലി നമ്മൾ പൊതുവേ പറയുന്നത് എന്താണ്? ഹാലജൻസ് ഉണ്ട്. അവസാന 18th ഗ്രൂപ്പ് ആരൊക്കെയുണ്ട്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഈ ഒരു ഫാമിലി നമ്മൾ പൊതുവെ പറയുന്നത് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പി ബ്ലോക്ക് എലമെന്റിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, പി ബ്ലോക്ക് മൂലകങ്ങളിൽ ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളുണ്ട്, അതേപോലെ അലോഹ സ്വഭാവം മെറ്റാലിക് നേച്ചറുള്ള ആൾക്കാരുണ്ട്, നോൺ മെറ്റാലിക് നേച്ചറുള്ള ആൾക്കാരുണ്ട്, അതേപോലെ മെറ്റലോയിഡ്സ് ഉപലോഹങ്ങളുണ്ട്. അതായത് ലോഹ സ്വഭാവം അലോഹ സ്വഭാവം കാണിക്കാൻ പറ്റുന്ന മൂലകങ്ങളുണ്ട്, അതേപോലെ നോബിൾ ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിനും എക്സാമ്പിൾ പറയാം. മെറ്റാലിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ലോഹ സ്വഭാവം കാണിക്കാൻ പറ്റുന്ന എലമെന്റ്സിനെ കുറച്ച് എക്സാമ്പിൾ പറയാം. അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, അതേപോലെ ടൈറ്റാനിയം, ടിന്ന്, ലെഡ്. ഇവരൊക്കെ എന്താണ്? ലോഹ സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, നോൺ മെറ്റാലിക് നേച്ചർ, അതായത് അലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ കുറച്ച് എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. അതായത് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. ഇതൊക്കെ എന്താണ്? നോൺ മെറ്റാലിക് നേച്ചർ ആണ്. അതേപോലെ മെറ്റലോയിഡ്സ് ഉപലോഹങ്ങൾ. എന്ത്? ഉപലോഹങ്ങൾ എന്ന് പറയും. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ജെർമേനിയം, സിലിക്കൺ, ആർസെനിക്, ആന്റിമണി. ഇങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ എന്താണ്? മെറ്റലോയിഡ്സ് ആണ്, ഉപലോഹങ്ങളാണ്. ഇനി നമുക്ക് നോബിൾ ഗ്യാസ് പറയാം. നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകത്തിന് എക്സാമ്പിൾ ആരൊക്കെ വരും? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താണ്? പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ നോബിൾ ഗ്യാസിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇയാൾ എന്താണ്? ഓൾറെഡി സ്റ്റേബിളാ. ഇവര് കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല. ആര്? നോബിൾ ഗ്യാസ്. ഇയാളുടെ അവസാന ഷെല്ല് അല്ലെങ്കിൽ ഭാഗിതമായ ഷെല്ലിലൊക്കെ എന്താണ്? അവസാനമായിട്ട് 8 ഇലക്ട്രോൺ ഒക്ടറ്റ് റൂൾ സാറ്റിസ്ഫൈഡ് ചെയ്ത എലമെന്റ്സ് ആണ് ഏത്? നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യില്ല? പിന്നീട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. ഇനി അടുത്തത് ഇവരെന്താണ്? മെറ്റാലിക് നേച്ചർ, ലോഹ സ്വഭാവം എന്താണ്? കുറവാണ്. ലോഹ സ്വഭാവം കുറവാണ്. അതേപോലെ
അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജയാക്ക് എന്താണ് കൂടുതലാണ്. കാരണം സെയിം ഷെല്ലിലാണ് ഇലക്ട്രോൺ വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യുന്നത്. അപ്പം എന്താണ് അയോണൈസേഷൻ എനർജി ഇയാൾക്ക് കൂടും. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇയാൾക്ക് എന്താണ് കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് പി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പറയാനുള്ളത് ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചിട്ടാണ്. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 മുതൽ 12 വരെ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്. അതുപോലെ ഇയാളുടെ സ്റ്റാർട്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 4th പീരീഡുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എലമെൻസിൻ്റെ ഇതൊക്കെ ഡി ബ്ലോക്ക് എലമെൻസ് ആണ്. ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമുക്ക് ഗ്രൂപ്പ് പീരീഡ് ഒന്ന് പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവുകയാണ്. എന്ത് വരും 1s2 2s2 2p6 3s2 3p6. നമുക്കറിയാം ഇനി എങ്ങോട്ടാണ് പോകുന്നത് 3p6 കഴിഞ്ഞിട്ട് ആദ്യം എവിടെ ഫില്ല് ചെയ്യും 4s2. അപ്പോൾ ഞാനിവിടെ ആദ്യം എന്ത് ചെയ്യുന്നു 4s2 ഇങ്ങോട്ട് എഴുതി 4s2. അപ്പോൾ ഇവിടെ എന്തായി 20 ആയി. ഇനി ഏതാ ഉള്ളത് 3d ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതുമ്പോൾ 3d1. അപ്പോൾ എത്രയായി 21 ആയി. ഈ കേസിൽ അവസാനം ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെല്ലല്ലേ. അപ്പോൾ അയാൾ എന്താണ് ഇയാൾ ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഫസ്റ്റ് 4s സബ്ഷെല്ലിലാണ്, എന്നിട്ടേ എങ്ങോട്ട് പോകുന്നുള്ളൂ 3dയിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇയാളുടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് ഡി ബ്ലോക്ക് ആണ്. ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണ് 4. അപ്പോൾ ഇയാളുടെ പീരീഡ് എന്താണ് 4. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് സം ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർമോസ്റ്റ് ഡി സബ്ഷെൽ ആൻഡ് പ്രൊസീഡിങ് എസ് സബ്ഷെൽ. അതായത് അവസാന ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടു കൂടെ തൊട്ട് മുന്നേയുള്ള എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ കൂട്ടുന്നതിന് തുല്യമായിരിക്കും എന്ത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലാക്കാം അവസാന ഡി സബ്ഷെൽ ഏതാണ് 3d ആണ്. ഇതിലുള്ള ഇലക്ട്രോൺ 1 ആണ്. 1+ പ്രൊസീഡിങ് ഡി എന്ന് പറഞ്ഞാൽ മുന്നേ ഉള്ള എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ ഏതാണ് 4s അല്ലേ. അപ്പോൾ എന്ത് വരും 1+2. ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് 3. അതായത് സ്കാൻഡിയം എന്ന എലമെന്റ് 3rd ഗ്രൂപ്പ് എലമെന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇയാൾ നോക്കി ക്രോമിയം അറ്റോമിക് നമ്പർ 24. 1s2 2s2 2p6 3s2 3p6. നമുക്കറിയാം ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആണ്. ഈ എലമെന്റിന് ഒരു പ്രത്യേകതയുണ്ട് D5 ആണ്. പാർഷ്യലി ഓർ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ് എന്താണ് മോർ സ്റ്റേബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇയാൾ എങ്ങനെ എഴുതാൻ പറ്റും 4s1 ഇവിടെ എന്ത് വരും 3d5. നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്ഷെൽ ഏതാണ് 3d ആണ്. അപ്പോൾ ഇയാൾ ഏതാണ് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് എന്ത് പീരീഡ്. ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണ് 4. അപ്പോൾ ഇയാൾ എന്താണ് 4th പീരീഡ് ആണ്. ഇനി നമുക്ക് എന്താണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിയിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത് 5. മുന്നേ ഉള്ള എസ്സിലോ 1. അപ്പോൾ 5+1 എന്ത് വരും 6. അപ്പോൾ ക്രോമിയം എന്ന എലമെന്റ് ഏതാണ് 6th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതുപോലെ കോപ്പർ അറ്റോമിക് നമ്പർ 29 എങ്ങനെ വരും 1s2 2s2 2p6 3s2 3p6. ഇയാൾക്ക് രണ്ടാക്കുള്ള പ്രത്യേകത എന്താണ് ഇയാൾ D5 ആക്കണം, ഇയാൾ എന്താക്കണം D10 ആക്കണം. അപ്പോൾ എന്ത് വരും 4s1 വരും. ഇവിടെ എന്ത് വരും 3d10. അപ്പോൾ 29. അപ്പോൾ ഇയാൾ ഏതാണ് ഡി ബ്ലോക്ക് ആണ്. 4th പീരീഡ് ആണ്. ഗ്രൂപ്പ് നമ്പർ എങ്ങനെ വരും അവസാന ഡിയിൽ 10 ഇലക്ട്രോൺ പ്ലസ് എസ്സിൽ 1. അപ്പോൾ ഇയാൾ 11th ഗ്രൂപ്പ് എലമെന്റ് ആണ്. നെക്സ്റ്റ് വൺ സിങ്ക് അറ്റോമിക് നമ്പർ 30. 3s2 3p6 3d10 4s2 3d10 4s2. ഇയാളത് എങ്ങനെ വരും ഇയാൾ ഡി ബ്ലോക്ക് ആണ്. ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4th പീരീഡ് ആണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഡിയിലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ ആണുള്ളത്, എസ്സിൽ 2. അപ്പോൾ
12. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന വിധം കണ്ടെത്തി. ഇനി ഈ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ക്യാരക്ടേഴ്സ് നമുക്ക് ജസ്റ്റ് പറയാം. ഫസ്റ്റ് വൺ നമുക്കറിയാവുന്ന എന്താണ്? ഫസ്റ്റ് 3 to 12 ഗ്രൂപ്പ് എലമെൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം, ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പ് എലമെൻസ് ആണ് ഇത് ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 4th പീരീഡ് മുതലാണ് എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ് സ്റ്റാർട്ടിങ് ഫ്രം 4th പീരീഡ് മുതലാണ് എന്ത് ചെയ്യുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഇവരെ പൊതുവെ പറയുന്ന പേരാണ് എന്ത്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഇലക്ട്രോൺ പൂരണം, ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫീൽഡ് ഇൻ ദി പെനൽറ്റിമേറ്റ് ഷെൽ. അതായത് പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ബാഹ്യതമാ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെനൽറ്റിമേറ്റ് ഷെൽ. ഇവിടെ നോക്ക്, ഇതാണ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ ബാഹ്യതമാ ഷെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറസ് ആണല്ലോ, ഏറ്റവും പുറത്തുള്ള ഷെല്ല് ഫോറസ് അല്ലേ. പക്ഷെ ഫോറസിൽ ഫില്ല് ചെയ്തിട്ട് വീണ്ടും എങ്ങോട്ട് പോകുന്നുണ്ട്? 3D സബ് ഷെല്ലിലോട്ട്. അതായത് ബാഹ്യതമാ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെനൽറ്റിമേറ്റ് ഷെൽ. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽഡ് ഇൻ ദി പെനൽറ്റിമേറ്റ് ഷെൽ. അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ്. അടുത്ത എന്താണ്? ദേ ഷോയിങ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്തുണ്ട്? വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ട്. അതായത് ഷോയിങ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. അതുപോലെ ഇവരെന്താണ്? നമുക്കറിയാം ടൈറ്റാനിയം, നിക്കല്, കോപ്പർ, സിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളല്ലേ. ഇവരെന്താണ്? മെറ്റാലിക് ഇൻ നേച്ചർ. അതായത് ഇവർ ലോഹ സ്വഭാവം കാണിക്കാൻ കഴിയുന്ന എലമെന്റ്സ് ആണ് ഇവിടെയുള്ളത്, ഡി ബ്ലോക്കിലുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കാണിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവരെന്താണ്? നിറമുള്ള സംയുക്തങ്ങൾ, കളേർഡ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതായത് നിറമുള്ള ഇവര് ഡി ബ്ലോക്ക് എലമെന്റ്സ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 4th പീരീഡ് ഓൺവേർഡ്സ്, അത് 4th പീരീഡ് മുതലാണ് എന്ത് ചെയ്യുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരെ പൊതുവെ എന്ത് പറയുന്നു? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽഡ് ഇൻ ദി പെനൽറ്റിമേറ്റ് ഷെൽ. അതായത് പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ അവസാന ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാൾ എന്ന് പറയും പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയും. പിന്നെ അതുപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡിഫറെൻറ്റ് ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. ദേ ഷോയിങ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതേപോലെ എന്താണ്? ലോഹ സ്വഭാവം കാണിക്കുന്നു. അതുപോലെ ഇവരൊക്കെ എന്താണ്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ നിറമുള്ള സംയുക്തങ്ങൾക്കൊക്കെ കുറച്ച് എക്സാമ്പിളൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു എവരി വൺ.